പ്രിയമുള്ളവരെ, പോരിശാക്കപ്പെട്ട ലൈലത്തുൽ ഖദറിന്റെ പ്രതീക്ഷയുടെ ഏറ്റവും വലിയ രാവാണ് റമദാന്റെ 27-ാം രാവ്. അത് ഇന്നത്തെ നോമ്പ് തുറക്കലോടെ കയറി വരുന്ന രാവാണ്. ഇന്നത്തെ രാവിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അമലുകളെ കുറിച്ച്. അതോടൊപ്പം ഖുർആനിൽ ഒരു അത്ഭുത സൂറത്തുണ്ട്, കുഞ്ഞു സൂറത്താണ്. ആ സൂറത്ത് ഇന്ന് പാരായണം ചെയ്താൽ അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ രാവിൽ നിസ്കരിച്ച കൂലി മാത്രമല്ല, ലൈലത്തുൽ ഖദറിന്റെ കൂലി മാത്രമല്ല കിട്ടുക, ഒരു റമദാൻ എക്സ്ട്രാ നമ്മൾ നോമ്പെടുത്ത കൂലി കിട്ടും. അപ്പോൾ ഇരട്ട റമദാൻ്റെ കൂലി കിട്ടുന്ന സൂറത്താ ആ കുഞ്ഞു സൂറത്ത്. ആ സൂറത്ത് ഏതാ, എപ്പോൾ, എത്രയാണ് ചൊല്ലേണ്ടത്, ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാഅല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോക ആഫിയത്തും ബറക്കത്തും റമദാനിൻ്റെ ഖബൂലിയത്തും പരിശുദ്ധമായ റമദാനിൻ്റെ പ്രത്യേകിച്ച് ഇന്ന് കയറി വരാൻ പോകുന്ന 27-ാം രാവിൻ്റെ ബറക്കത്തുകൊണ്ട്, ലൈലത്തുൽ ഖദറിൻ്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹുക്ക് പ്രദാനം ചെയ്യട്ടെ, എല്ലാവിധ നിഅമത്ത് നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും കടങ്ങളും രോഗങ്ങളും എല്ലാം അള്ളാഹു നീക്കി പരിപൂർണമായ ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് പേര് ദുആയിൽ ഉസ്താദേ ഇന്നത്തെ പോരിശാക്കപ്പെട്ട ദുആയിൽ ഞങ്ങൾ ഓർക്കണം, ചേർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കമൻറ്റിൽ ഒരുപാട് പേര് ഇനി പറയാൻ വേണ്ടിയിരിക്കുന്നുണ്ട്. എല്ലാവർക്കും, കമൻറ്റിൽ വരുന്ന എല്ലാവർക്കും അള്ളാഹു പ്രത്യേക ബറക്കത്ത് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് മനസ്സ് നിറച്ച് ദുആയിൻ്റെ വലിയ സപ്പോർട്ടോടുകൂടെ കാത്തിരിക്കുന്ന ഒരുപാട് പ്രായമുള്ള ഉമ്മമാർ, ഉപ്പമാരടക്കം സഹോദര സഹോദരിമാർ എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് കൊടുക്കട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, മുസ്ലിം ഉമ്മത്ത് തുറന്ന കണ്ണോടുകൂടെ കാത്തിരിക്കുന്ന പരിശുദ്ധമായ മനോഹരമായ റമദാനിൻ്റെ 27-ാം രാവാണ് ഇന്നത്തെ നോമ്പ് തുറക്കലോടെ നമ്മിലേക്ക് കയറി വരുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആനന്ദമാണ്, ആവേശമാണ്, ആനന്ദദായകമാണ്. കാരണം എന്താ, ഇന്ന് പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിൻ്റെ രാവാണ് എന്ന് യോഗ്യരായ ഹദീസുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, മഹാന്മാരായ സ്വഹാബത്തിൻ്റെ വിഷയം പഠിച്ചു കഴിഞ്ഞാൽ, ഉലമാഇൻ്റെ ജുംഹൂറിൻ്റെ ഖൗലുകൾ നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയ പ്രതീക്ഷ നൽകുന്ന രാവാണ് പരിശുദ്ധമായ റമദാൻ്റെ 27-ാം രാവ്. ലൈലത്തുൽ ഖദറിന് വലിയ പ്രതീക്ഷയാണ്. ഇന്നത്തെ പരിശുദ്ധമായ രാവിൽ നമ്മൾ ചെയ്യേണ്ടത്, ചൊല്ലേണ്ടത് ഞാൻ ഓടിച്ചു പറഞ്ഞു പോയിട്ടുണ്ട്. അത് ഒന്നുകൂടെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിൻ്റെ പ്രതീക്ഷയുടെ ഇന്നത്തെ രാവിൽ നമ്മുടെ മനസ്സിൽ, നമ്മുടെ തേട്ടത്തിൽ, ദുആയിൽ ഏറ്റവും കൂടുതൽ കയറി വരേണ്ടത് ലൈലത്തുൽ ഖദറിൻ്റെ രാവ് ഇക്കൊല്ലം അല്ലാഹുവേ എല്ലാ മുസ്ലിമീങ്ങൾക്കും മുസ്ലിമാത്തുകൾക്കും എല്ലാ സഹോദരങ്ങൾക്കും നീ കൊടുക്കണേ അല്ലാ എന്നുള്ള തേട്ടം ഇന്നത്തെ നമ്മുടെ ദുആയിൽ മസ്റ്റായിട്ടും വേണം. ഇന്നത്തെ നമ്മുടെ ദുആയിൽ രോഗികളായ ആളുകളുടെ രോഗം മാറാൻ വേണ്ടി ദ്വാരക്കണം. ഇന്നത്തെ നമ്മുടെ ദുആയിൽ അല്ലാഹുവേ മക്കളില്ലാത്ത ഒരുപാട് കുടുംബത്തിലെ സഹോദരന്മാരെ, സഹോദരി, ഒരുപാട് കുടുംബങ്ങൾ വേദനയിലാണ്, അവർക്ക് നീ മക്കളെ കൊടുക്കണം. മക്കളുള്ളവർ മക്കൾ സ്വാലിഹീങ്ങളാകാൻ, ഒട്ടനവധി ആളുകൾ മക്കൾ നിസ്കരിച്ച് കാണാൻ, അനുസരണയുള്ളവരായി കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാരക്കണം. കച്ചവടം, നല്ല കച്ചവടവും ബിസിനസ്സും നല്ല ബറക്കത്തും സാമ്പത്തിക ഐശ്വര്യവും, അതിനുവേണ്ടി എല്ലാവർക്കും വേണ്ടി ദ്വാരക്കണം. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ മാറ്റാൻ ദ്വാരക്കണം. മാനസികമായി ടെൻഷൻ ബാധിച്ചവരുടെ ടെൻഷൻ മാറാൻ വേണ്ടി ദ്വാരക്കണം. കാരണം ഇന്നത്തെ ദുആഇൻ്റെ പ്രത്യേകത, തീർച്ചയായും നമ്മുടെ ഏത് ദുആകൾക്കും യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, നിങ്ങൾ എന്താണോ ദുആയിൽ നിങ്ങൾ പറയുന്നത് അതിന് ആമീൻ പറയാൻ വേണ്ടി അള്ളാഹുവിൻ്റെ പ്രത്യേകം മലക്കിൻ്റെ സൈന്യങ്ങളെ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കും എന്നാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ദുആകൾക്കൊക്കെ ആമീൻ പറയുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ദുആ ചെയ്യുന്നതെങ്കിൽ രോഗം മാറാനും, കടങ്ങൾ മാറാനും, വിഷമങ്ങൾ മാറാനും, മക്കൾ പഠിക്കാനും, എക്സാമിൽ ഉന്നത മാർക്ക് കിട്ടാനും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ദുആയിൽ ചേർത്ത് കൊടുത്താൽ മലക്കിൻ്റെ ഒരു എക്സ്ട്രാ ദുആ കൂടെ, ആമീൻ പറച്ചിൽ മാത്രമല്ല എക്സ്ട്രാ ഒരു ദുആ കൂടെ കിട്ടും. അതെന്താ, വലക ബിമിസ്ലിൻ, അല്ലാഹുവേ ഈ മനുഷ്യൻ ചോദിക്കുന്നുണ്ടല്ലോ, അവർക്ക് വേണ്ടി ചോദിക്കുന്ന ഖൈറ് ഇയാൾക്ക് ആദ്യം കൊടുക്കണേ അല്ലാ എന്ന് മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിഷയം ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മാറ്ററായി നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കണം. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, തീർച്ചയായും നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ വസ്ത്രത്തിൽ, നമ്മുടെ പള്ളികൾ, നമ്മളുടെ സ്ഥാപനം അല്ലെങ്കിൽ നമ്മുടെ വീട്, ഇതെല്ലാം സുഗന്ധപൂരിതമാകണം. പെർഫ്യൂം, നല്ല മനോഹരമായ സുഗന്ധം ഉണ്ടാകണം. ഇന്നത്തെ നോമ്പുറയോടെ പിന്നെ നമ്മൾ സുഗന്ധത്തിലാകണം. കാരണം മലക്കുകളുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അതിൻ്റെ പ്രധാനപ്പെട്ട നേരമാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല സുഗന്ധമുള്ളയിടത്ത് മലക്കുകൾ കൂടുതൽ നിൽക്കും.
സുഗന്ധം നഷ്ടപ്പെടുന്ന, ദുർഗന്ധം വമിക്കുന്ന, അല്ലെങ്കിൽ ബാഡ് സ്മെല്ല് വരുന്ന വീടുകളിലും വ്യക്തികളുടെ ചാരത്തേക്കൊന്നും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കൾ അടക്കൂല എന്ന് പരിശുദ്ധമായ ഹദീത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത്തരം അവസ്ഥകൾ ഉണ്ടാകരുത്, അത് ശ്രദ്ധിച്ചു കൊടുക്കുക. അതോടൊപ്പം ഇന്നത്തെ പരിശുദ്ധമായ രാവിൽ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഖദർ എന്ന് പറയുന്നത്. അതായത് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വം പറയുന്ന സൂറത്ത് ഒരു വിശ്വാസിനി പാരായണം ചെയ്താൽ കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എന്താണെന്നറിയോ? ഈ പരിശുദ്ധമായ റമളാനിൻ്റെ 30 നോമ്പും പിടിച്ച പ്രതിഫലം അള്ളാഹു നൽകും. നോമ്പ് പിടിച്ചവരാണെങ്കിൽ പിടിച്ച കൂലി ഓൾറെഡി കിട്ടും, അതോടൊപ്പം എക്സ്ട്രാ ഒരു റമളാൻ, അപ്പോൾ ഇരട്ട റമളാനിൻ്റെ കൂലി കിട്ടാൻ ഈ സൂറത്ത് കാരണമാണ്. അപ്പോൾ മനസ്സറിഞ്ഞ് തെറ്റുകൂടാതെ ഈ പരിശുദ്ധമായ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യണം. ആ സൂറത്ത് നമുക്കൊന്ന് പരിചയപ്പെടാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. ഇതാണ് ആ സൂറത്ത്. ഈ സൂറത്ത് അൽഹംദുലില്ലാഹ് തെറ്റുകൂടാതെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഒരു മാസക്കാലത്ത് റമളാനിൻ്റെ എക്സ്ട്രാ നോമ്പിൻ്റെ കൂലി കിട്ടി. അതോടൊപ്പം ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ നിസ്കാരം നിർവഹിക്കുന്ന, പുണ്യങ്ങൾ ചെയ്യുന്ന, ഉറങ്ങാതെ അമൽ ചെയ്യുന്ന കൂലിയും ഈ സൂറത്ത് കൊണ്ട് കിട്ടിയെന്ന്. അപ്പോൾ ഈ സൂറത്ത് മനസ്സറിഞ്ഞ് ഒരു വട്ടം അല്ലെങ്കിൽ ഒരു 3 വട്ടം പ്രിയപ്പെട്ടവരെ നമുക്ക് പാരായണം ചെയ്യാൻ കഴിഞ്ഞാൽ വമ്പൻ പ്രതിഫലമാണ്. നമുക്കറിയാലോ, ഈ സൂറത്ത് വുളൂ എടുത്തതിന് ശേഷം വിശ്വാസികൾ പാരായണം ചെയ്യേണ്ട സൂറത്താണ്. വുളൂ കഴിഞ്ഞാൽ 3 വട്ടം ഈ സൂറത്ത് ഓതുന്നവർക്ക് പിന്നെ ഒരു കാര്യത്തിലും പിന്നെ ഭയപ്പാട് വേണ്ട. ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. ഈ സൂറത്ത് പരിശുദ്ധമായ വുളൂവിന് ശേഷം സൂറത്തുൽ ഖദർ പാരായണം ചെയ്താൽ 50 കൊല്ലത്തെ പാപം പൊറുക്കുമെന്നും മഹാന്മാരായ അള്ളാഹുവിൻ്റെ അമ്പിയാക്കളുടെ കൂടെ അവർക്ക് നാളെ സ്വർഗത്തിൽ ചേരാമെന്നും ഇഷ്ടമുള്ള വാതിലൂടെ കടക്കാൻ അനുവാദം കൊടുക്കുമെന്നെല്ലാം ഹദീസുകളുടെ വെളിച്ചത്തിൽ നമ്മൾ തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഭയങ്കര ഫളിലാണ്. ഈ സൂറത്ത് ഒരു 7 വട്ടം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ രാവിൽ നമ്മൾ പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ പോകുന്ന നിഅമത്തുകൾക്ക് കൈ കണക്കില്ല. ഖൈറുകൾ ഇങ്ങനെ ചൊരിഞ്ഞു കൊടുക്കും. വലിയ സൗഭാഗ്യമാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞ് ഈ സൂറത്ത് ഒരു വട്ടമെങ്കിലും പാരായണം ചെയ്യുന്ന, മിനിമം ഒരു 7 വട്ടമെങ്കിലും പ്രിയപ്പെട്ടവരെ കഴിയുമെങ്കിൽ നമ്മൾ പാരായണം ചെയ്യണം. അത് പ്രത്യേകിച്ച് ഓർക്കേണ്ടതാണ്. ഇനി മഹാന്മാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിവിൻ്റെ പരമാവധി നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും പ്രബുദ്ധരാകണം. നന്മകളെമ്പാടും ചെയ്യണം. കഴിവിൻ്റെ പരമാവധി അറിയാവുന്ന സൂറത്തുകൾ ആയത്ത് കുർസി ഓതണം, ആമന റസൂൽ ഓതണം, ഇദാ സുൽസിലത്തി സൂറത്ത് അൽഹംദുലില്ലാഹ് 2 തവണ ചുരുങ്ങിയത് ഓതണം. ഖത്മോദീൻ്റെ കൂലിയാണ്. അതേപോലെ തന്നെ പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് അത് 3 വട്ടമെങ്കിലും നമ്മൾ പാരായണം ചെയ്യണം. അതേപോലെ തന്നെയാണ് പരിശുദ്ധമായ സൂറത്തുൽ കാഫിറൂൻ, കൊല്യായുൽ കാഫിറൂൻ, അത് 4 വട്ടമെങ്കിലും മിനിമം നമ്മൾ പാരായണം ചെയ്യണം. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഫളൽ നൽകുന്ന സൂറത്താണ് സൂറത്തു യാസീൻ. എന്തൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് ഇന്നത്തെ രാത്രിയിൽ യാസീൻ ഓതിയോ ആ ഉദ്ദേശം സഫലീകരിക്കുമെന്ന് മാത്രമല്ല, പിന്നെയോ അസ്ബഹ മഗ്ഫൂറൻ ലഹു, സുബഹിൻ്റെ വാങ്ങ് കൊടുക്കുമ്പോൾ ഒരു തെറ്റുണ്ടാവില്ല. അവർ ഭയങ്കര ആളുകളായിട്ട് മാറും. ആര്? ഇന്ന് സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നവർ. ഇന്ന് സൂറത്ത് യാസീൻ ഓതാൻ പറ്റാത്ത പീരീഡ്സിലുള്ള സഹോദരിമാർ എന്ത് ചെയ്യുക? ഇന്ന് സ്വലാത്തുകൾ പാരായണം ചെയ്യുക. സ്വലാത്ത് അത് നമ്മുടെ ടെൻഷൻ മാറ്റിക്കളയും, പാപങ്ങൾ പുറത്തു തരും. പാപങ്ങൾ പൊറുക്കുക, നമ്മുടെ ദുനിയാവിൻ്റെ ആഖിറത്തിനെയും വിഷമവും ടെൻഷനൊക്കെ മാറാം. ഇതിലും വലിയ സമ്മാനം വേറെ എന്താ? 2 കിട്ടിയാൽ എല്ലാം കിട്ടിയില്ലേ? അത് സ്വലാത്ത് കൊണ്ട് പറ്റും. അപ്പോൾ സ്വലാത്ത് എമ്പാടും വിശാലമായിട്ട് നമുക്ക് ചെയ്യാം. ഇസ്തിഗ്ഫാർ വേണം, തസ്ബീഹുകൾ സുബ്ഹാനല്ലാഹ് അധികരിപ്പിക്കണം, അൽഹംദുലില്ലാഹ് വേണം, അല്ലാഹു അക്ബർ വേണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരുപാട് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. 3 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോൾ 1-ാമത്തെ വട്ടം കൊണ്ട് നമ്മുടെ പാപം പൊറുക്കപ്പെടും, 2-ാമത്തെ വട്ടം കൊണ്ട് നരകത്തിൽ നിന്ന് മോചനം കിട്ടും, 3-ാമത്തെ വട്ടം കൊണ്ട് ദുഖൂൽ ജന്നത്ത് സ്വർഗപ്രവേശനം കിട്ടും. എല്ലാ സൗഭാഗ്യവും ഈ പരിശുദ്ധമായ ദിക്ർ കൊണ്ട് കിട്ടാൻ ഇന്ന് മഗ്രിബ് നിസ്കാരം എന്ത് വില കൊടുത്തും ജമാഅത്ത് മുടങ്ങാതെ നോക്കണം. ഇശാഇൻ്റെ ജമാഅത്ത് മുടങ്ങാതെ നോക്കണം, സുബ്ഹിൻ്റെ ജമാഅത്ത് മുടങ്ങാതെ നോക്കണം. അപ്പോൾ ഇന്നത്തെ രാത്രി ഫുൾ ടൈം ഇബാദത്ത് കൂലി നമുക്ക് അല്ലാഹു നൽകും.
കഴിവിൻ്റെ പരമാവധി. അപ്പോൾ മാക്സിമം ഫുൾ ടൈം നമ്മൾക്ക് പറഞ്ഞില്ല നിങ്ങളോട്, നമുക്ക് ഉറക്കൊഴിച്ചിരിക്കാൻ പറ്റിയ ഏറ്റവും നല്ലതാണ്. ഇന്ന് നോമ്പ് തുറ ഒരുപാട് ഫുഡ് കഴിക്കുന്ന അവസ്ഥയിലേക്ക്, ഇപ്പോൾ പ്രത്യേകിച്ച് 27-ാം രാവായതുകൊണ്ട് സമൂഹ നോമ്പുറയൊക്കെ പള്ളികളിലുണ്ടാകും, പരിപാടികളൊക്കെ വീട്ടിൽ സജീവമായിരിക്കും. എല്ലാം ശരിയാ, എല്ലാം നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മൾ കഴിക്കണം, നല്ല ടേസ്റ്റിയായ ഫുഡ് തന്നെ കഴിക്കണം, ഇഷ്ടമുള്ള ആഹാരം കഴിക്കണം, പക്ഷേ നല്ല പ്യൂർ ഫുഡായിരിക്കണം. പിന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ നോക്കണം. നല്ല സാധനമാണ്, കുറച്ച് കഴിച്ചാൽ മതിയല്ലോ, അത് അളവ് വിട്ടു പോകാത്ത രീതിയിൽ നമ്മുടെ മനസ്സിന്, നമ്മുടെ ശരീരത്തിന് ഫിസിക്കലി ഒരു ആയാസം, അതായത് ഒരു കുഴപ്പമില്ല, ഫ്രീ ആണ്, ഒരു ഭാരമില്ല, കഴിച്ചിട്ട് വയറിന് ഒന്നുമില്ല, നമ്മൾ കഴിക്കാത്ത പോലെ ഫ്രീ ആണ്, അങ്ങനെയുള്ള ഫുഡുകളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ രാത്രി നമുക്ക് കൂടുതൽ എനർജി നമുക്ക് നിലനിർത്താൻ പറ്റും ആക്റ്റീവായിട്ട്. അലീബിൻ്റെ തസ്ബീഹ്കാരത്തിൻ്റെ സുജൂദിലൊക്കെ കുറച്ച് തസ്ബീഹ് കൂടുതലാണല്ലോ, ആ കിടന്ന അടുപ്പിൽ ഉറങ്ങിപ്പോകും. ഇനി ഉറങ്ങിയില്ല തന്നെ ആകെ ഒരു ഉറങ്ങിയ മട്ടിലാകും നമ്മൾ. അത് പറ്റൂല, ഉണർന്നിരിക്കേണ്ട ഒരാളാണ് ഇന്ന്. കൽബ് ഉണരണം, ശരീരം ഉണരണം. തൗബയൊക്കെ മനസ്സ് തുറന്ന് നമ്മൾ അള്ളാഹുവിനോട് പാപം പൊറുക്കാൻ വേണ്ടി ആവശ്യപ്പെടണം. എല്ലാ കർമ്മങ്ങളും ചെയ്യണം. പ്രത്യേകിച്ച് ഈ സൂറത്ത് പാരായണം ചെയ്യുന്നതിൽ നമ്മൾ ഒരിക്കലും റിവേഴ്സ് വരാൻ പാടില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ടവരെ, തീർച്ചയായും ഇന്നത്തെ രാവിൽ കഴിവിൻ്റെ പരമാവധി എന്തോതാനും പറയാനും അറിഞ്ഞില്ലെങ്കിലും പീരീഡ്സിൻ്റെ സമയമാണെങ്കിലും മനസ്സറിഞ്ഞ് ദുആ ചെയ്യുന്ന കാര്യത്തിൽ ഒരു പിന്നോട്ട് നമ്മൾ നിൽക്കാൻ പാടില്ല. അള്ളാഹിനോടെല്ലാം ചോദിക്കണം. ഇന്നത്തെ രാത്രി പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞ സൂറത്തുകൾ പാരായണം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ ഉളു മസ്റ്റാകണം. രാത്രി ഫുൾ ടൈം ഉളു ഉണ്ടാകണം. പീരീഡ്സിൻ്റെ സമയത്ത് ഉളു പറ്റില്ല. അല്ലാത്ത സഹോദരിമാരും അൽഹംദുലില്ലാ പരമാവധി അമൽ ചെയ്യാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ, വിജയത്തിലും സലാമത്തിലുമാക്കട്ടെ. ഇക്കൊല്ലത്തെ ലൈലത്തുൽ ഖദ്ർ സാധുക്കളായി നമുക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.